പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇന്ത്യയുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇറാനെ ആക്രമിക്കുന്നതിനായി ഇന്ത്യൻ തുറമുഖങ്ങളാണ് അമേരിക്ക ഉപയോഗിക്കുന്നതെന്ന വാദമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയത്. അമേരിക്കൻ മുൻ സൈനികൻ കേണൽ ഡഗ്ലാസ് മാക്ഗ്രിഗർ ഒരു അമേരിക്കൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിവാദമായതിനു പിന്നാലെയാണ് വിശദീകരണം വന്നത്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ നാവിക താവളങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു കേണൽ ഡഗ്ലാസ് അഭിമുഖത്തിൽ പറഞ്ഞത്. നമ്മുടെ എല്ലാ താവളങ്ങളും നശിപ്പിക്കപ്പെട്ടു, തുറമുഖ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇതോടെ വീണ്ടും ഇന്ത്യയും ഇന്ത്യൻ തുറമുഖങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് നാവികസേന പറയുന്നതെന്നായിരുന്നു അഭിമുഖത്തിൽ അമേരിക്കൻ മുൻ സൈനികൻ പറഞ്ഞത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് അക്കൗണ്ടിലാണ് അമേരിക്കയെ തള്ളിയുള്ള പ്രതികരണമുണ്ടായത്. US നാവികസേന ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നതായി അമേരിക്കൻ ചാനലിൽ വന്ന വാദങ്ങൾ വ്യാജവും തെറ്റായതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ പരാമർശങ്ങൾക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളിൽ ഇന്ത്യ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു. എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ 86-കാരനായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ അരാജകത്വം പൊട്ടിപ്പുറപ്പെട്ടു. ഇസ്രായേലിന് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ തിരിച്ചടിച്ചു. ബുധനാഴ്ച രാവിലെ ഒരു US അന്തർവാഹിനിയിൽ നിന്നും തൊടുത്തുവിട്ട ഒരു ടോർപിഡോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ദേനയെ മുക്കി. 87 പേർ കൊല്ലപ്പെട്ടു. അടുത്തിടെ ഇന്ത്യയിലേക്ക് സൗഹൃദ സന്ദർശനം നടത്തിയ കപ്പലായിരുന്നു ഇത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഒരു അമേരിക്കൻ അന്തർവാഹിനി ഒരു ഉപരിതല യുദ്ധക്കപ്പലിനെ ആക്രമിച്ച ആദ്യ സംഭവമായിരുന്നു ഇത്. വ്യാഴാഴ്ച യുദ്ധം 6-ാം ദിവസത്തിലേക്ക് കടന്നെങ്കിലും സംഘർഷം ശമിക്കുന്നതിന്റെ സൂചനകളൊന്നുമില്ല. ഇറാനിൽ ഇതിനകം തന്നെ 1000-ലധികം പേർ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതായും ഇസ്രായേലിൽ 1 ഡസനോളം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പോരാട്ടത്തിൽ കുറഞ്ഞത് 6 US സൈനികരും കൊല്ലപ്പെട്ടു. ഇറാൻ ആസന്നമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് വാദിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആക്രമണത്തെ ന്യായീകരിച്ചു. നമ്മൾ ആദ്യം അത് ചെയ്യില്ലായിരുന്നുവെങ്കിൽ അവർ ഇസ്രായേലിനോട് അത് ചെയ്യുമായിരുന്നു. സാധ്യമെങ്കിൽ നമുക്കൊരു അവസരം നൽകുമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.